ഹലോ ഗൈസ്. Hey guys, we are back again. പറ ഒരാൾക്ക് ഒരു ഇൻട്രോഡക്ഷൻ മുതൽ. നമ്മ സൂ ഫ്രം സൂ കാണാനാ വന്നേ. സൂ ഫ്രം സോ ആണ്. സോ അല്ലേ സോ ഫ്രം സൂ. പടത്തിന്റെ പേരും പോലും അറിയണ്ടോ? കന്നഡ പടം. പറയല ഒരു മെച്ചൂരിറ്റി ആ വീഡിയോയിലും കാണിക്കും. റിയൽ ലൈഫില് അങ്ങനെ പറ എന്നാ നിന്റെ അഭിപ്രായം എന്നാ പടം. നമ്മ പടം കാണാൻ പറ്റുന്നതിന് ഭയങ്കര ഹൈപ്പ്. ഒരാഴ്ച രണ്ടാഴ്ച ഇപ്പൊ ഒരാഴ്ച മുമ്പ് ഇറങ്ങിയതാണ്. ഭയങ്കര ഹൈപ്പായിരുന്നു. എല്ലാരും പറഞ്ഞു ഭയങ്കര കിടിലം പടം, ഈ വർഷം ഇറങ്ങിയ ഏറ്റവും ചിരിച്ച പടം. നമ്മ ഈ സിനിമ അങ്ങനെ വിചാരിച്ച് കാണാനിരുന്നു. നമുക്ക് സംഭവിച്ചത് ഫായിസിന് പറയും. എക്സ്പെക്ടേഷൻ ഉണ്ടായിട്ടാണ്. ഫസ്റ്റ് ഹാഫ് വളരെ അങ്ങനെ ഉറങ്ങി, പേടി ഞാൻ ഉറങ്ങി ഇങ്ങനെ. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് ഉറങ്ങാനായിട്ട് അങ്ങനത്തെ അല്ല, അത് കോളേജ് നമ്മ കോളേജിൽ നിൽക്കുന്നില്ലേ, അത് ഈ ബോറ് കാണുമ്പോ എന്തായാലും ഉറങ്ങിപ്പോയില്ലേ. ഞാൻ എന്തോ ഞാൻ ഇതായിപ്പോയി, മനസ്സിലായ. ഫസ്റ്റ് ഹാഫ് തീരെ പോരാ, എന്നാന്ന് വെച്ചൊന്നറിയില്ല. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പോകുമ്പോ ലെവലപ്പായി വരുമ്പോ രസം തുടങ്ങി. ലാസ്റ്റ് ഞാൻ കുറച്ച് രസിച്ചിരിക്കാനുണ്ട്. അതിൽ ഇവന്റെ ഒരു മാസം എൻട്രി ഉണ്ട്, മറ്റേ സാരി എടുത്തിട്ട് വരുന്നേ. പിന്നെ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പേതി വരുമ്പോ രസം തോന്നി. പിന്നെ അണ്ണന്റെ കുറെ അടി ഉണ്ടായിരുന്നു ലാസ്റ്റ് ഒരു മാസീന്. അതെല്ലാം കൂടി ഓക്കെ വലിയ ഹൈപ്പൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഞാൻ വളരെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പടത്തിന്. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒന്ന് എന്താ ശരി വരാത്തെ. പക്ഷെ കോമഡി നിനക്കൊരു ഈ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടോ. നിങ്ങൾ ഈ സിനിമയിൽ എക്സ്പെക്ട് ചെയ്തിട്ട് വന്നു ഭയങ്കര നല്ല അഭിപ്രായം. ഹൈപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഇവനോട് വിളിച്ചാടന്നെ ഓക്കെ എന്നാണ്. പക്ഷെ ഇവൻ പറഞ്ഞ നല്ല സിനിമ എന്നിട്ട് ചിരിക്കാണ്ട്. ഞാൻ ഇവനോട് ഡബിങ് കുഴപ്പമില്ല അല്ലേ, രസമുണ്ട്. പക്ഷെ സിനിമ രസമുണ്ട്. പക്ഷെ മേക്കിംഗ്, മ്യൂസിക് പക്ഷെ മ്യൂസിക് ഞാനിവിടെ ഒരു കാര്യം പറയുന്നത് ഞാൻ പറയാം ബീജിയം പറയട്ടില്ലേ കംപ്ലീറ്റ് കള്ളനാട്ടാ. അതെ. എന്നിട്ട് ഫസ്റ്റ് അതുകൊണ്ട് എക്സ്പെക്ട് ചെയ്ത് വന്നോണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് ഫുൾ കുറെ കോമഡി ഉണ്ട്. നമ്മ റീലെല്ലാം കണ്ട കോമഡിയും ഉൾപ്പെടെ ഇല്ല കുറെ മറ്റ് കോമഡി ഉണ്ട്. പക്ഷെ അതൊന്നും ശരി റീലാ മറ്റേ വണ്ടി സൈഡിലേക്ക് ആക്കുന്ന കോമഡി. അടിച്ചിടാൻ നോക്കിയാ സാധനം കിട്ടിയില്ല. വണ്ടി എടുക്കാൻ റീലുണ്ടായിരുന്നു. ഞാൻ പറയുന്ന ബീജം ഇല്ലേ, ബീജം ഭയങ്കര പുതിയൊരു ഇതാണ്, നല്ല മാസം ഒരു ബീജമാണ്. ശ്രദ്ധിച്ചാ മറ്റേ പ്രേയ സിനിമ അതിന്റെ ഇത് കോൺസെപ്റ്റ് പ്രേയ സിനിമ തന്നെയാ. എനിക്ക് ഈ പ്രേയ സിനിമ ഇഷ്ടമല്ലേ. അതെ, അങ്ങനത്തെ ഒരു സീൻ അതല്ല വീട് ഇതില്ല. ആ ബീജം ഭയങ്കര മാസ് ബീജം പോലെയാന്ന് തോന്നി ഞങ്ങക്ക്. ഇങ്ങനെ പ്രേതത്തിന്റെ നല്ലൊരു കറിയില്ല, പ്രേതമുണ്ടോ ഇല്ലയോ. അതല്ല ആദ്യം പേടിപ്പിക്കുക. പിന്നെ അമ്മ ആദ്യം പേടിപ്പിച്ചോണ്ട് പിന്നെ അമ്മ എപ്പം ആ സാധനം വരും. പിന്നെ എനക്കാ ഇഷ്ടേല പരിപാടി. ഞെട്ടൂല ഇങ്ങനെ. ഞാൻ കൂക്കി അന്ന് അമ്മ ഏതോ സിനിമ പോയിട്ട് കൂക്കി. ഇപ്രാവശ്യം കൂക്കിട്ടേ ഞാൻ കൂക്കിട്ടേ ഞെട്ടി. ഇവനോ കാരണം ഈ സിനിമയില ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടൊന്നും ഇങ്ങനെ ഇവ പറഞ്ഞ ഒച്ചക്കല്ല പിടിക്കല്ല, ഞാൻ ഇങ്ങനെ വെച്ചിരുന്നേ. അതേ സിനിമ കഴിഞ്ഞ പ്രാവശ്യം ഞെട്ടിയ തുള്ളി നല്ല ഒച്ചയൊക്കെ. ബ്രോന്റെ ഒപ്പീനിയൻ പറ. അത് മറ്റേ ഇത് ഞാൻ ഒറ്റക്കയില്ലൂടെ ഞാൻ ബ്രോന്റെ ഒപ്പീനിയൻ പറ. പോയടാ ഞാൻ പറയുന്നല്ലേ ഇടുന്ന്. ഞാൻ ഇങ്ങോട്ട് പറ ബ്രോ. നമ്മളിൽ ഇതാക്കിട്ട് ബ്രോക്ക് അങ്ങനെ പേടി, മനസ്സിലായ. ഞാൻ തിരിച്ചിട്ടല്ലേ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ഒന്നും വലിയ സംഭവമൊന്നുമില്ല. എക്സ്പെക്ടേഷൻ സെക്കൻഡ് ഹാഫ് തൊട്ട് പിന്നെ രവിയണ്ണന്റെ പവറും ലാസ്റ്റ് എൻഡിങ് എല്ലാം കിടലനായിട്ടുണ്ട്. എന്നാശാലി ഇന്നാണ് ഞാൻ പറയുന്നത് ഉണ്ടായിരുന്ന ഇവൻ. പിന്നെ ഇതൊരു ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ ഫീൽ ചെയ്യുന്ന ക്രെഡിറ്റ് കിട്ടിയില്ലേ ഉണ്ടായി. ഇതിലെ ആൾക്കാർ അങ്ങനെ ആരും ഇതില്ല. ആകെ ഒരാള് ആ മറ്റേ സ്വാമി മാത്രമാണ് അറിയുന്നത്, ബാക്കി ആരും അറിയില്ലല്ലോ. അല്ല, അറിയുന്ന ആള് അയാളല്ലേ, ബാക്കി ആരും അറിയില്ലല്ലോ. ബാക്കി ആരും ഇല്ലാന്ന് തോന്നല്ലേ.
പക്ഷെ രവിയണ്ണൻ നമുക്ക് അങ്ങനെ റിലേറ്റബിൾ ആണ് ക്യാരക്ടേഴ്സ്. രവിയണ്ണനാണ് തൂക്കി ശരിക്കും. രവിയണ്ണൻ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ നമ്മ പടമായിട്ട് കണക്ട് ആയി. പിന്നെ രവിയണ്ണന്റെ പേരും കുടിക്കുന്ന ചങ്ങയില്ല ഓ ഈ ചങ്ങായിരുന്നു മാറ്റി. ഇതിൽ അളിയനുണ്ട്, അളിയന് പാട്ടുണ്ട്, അതിലേറ്റവും കിടില വെച്ച ആ രവിയണ്ണന്റെ നടക്കുന്ന ചങ്ങയില്ല മനസ്സിലായി മൂക്ക് ഇങ്ങനെ. അതന്നെ ഓനും പിന്നെ അലിയനും അത് നൈസായിരുന്നു. ആ ക്യാരക്ടേഴ്സ് നമ്മ പടമായിട്ട് ലാസ്റ്റ് ആവുമ്പോൾ ബ്ലെൻഡ് ആയി പടമായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് രസം തോന്നുന്നത്. മനസ്സിലാ ഫസ്റ്റ് പക്ഷെ ഒന്നും ഇല്ല കാണാൻ. അതാണ് പടം ഭയങ്കര ചിരിക്കാനുള്ളത് സെക്കൻഡ് ഹാഫ് ആണ്. ഇല്ലതെല്ലാം ഭയങ്കര വില്ല ചിരിയാണ്. ആ സെക്കൻഡ് ഹാഫ് ആയിട്ട് പടമായിട്ട് കണക്ട് ചെയ്താൽ പിന്നെ നമുക്ക് ശരിയെല്ലാം വരും. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഒരാളെ കണ്ട അവരൊരു ഭയങ്കര ചിരിക്കാനുണ്ട്. ഒരു ഇല ഒരു വ്ളോഗിലെ. അപ്പൊ നിനക്കും എക്സ്പെക്ടേഷൻ ഇല്ല എനക്ക് എടാ ഞാൻ പറയുന്നത് വ്ളോഗ് ഉണ്ട് പറഞ്ഞു. വ്ളോഗിൽ ഒരുത്തൻ പറയുന്നത് നല്ല ഡബിങ് അല്ല മോശം ഡബിങ് ആണ്, നല്ലോണം ചിരിക്കാനുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഡബിങ് അങ്ങനെ വലിയ മോശമില്ല. ഞാനോട് വിളിച്ചാടാ ദുൽഖറിന്റെ പ്രൊഡക്ഷനാ മറ്റാ ഡിസ്ട്രിബ്യൂഷനാ മറ്റോ അല്ലേ? നല്ലൊരു അപ്പത്തെ DQ ഫാൻ ഉണ്ടോ പറയുന്നില്ല. ഇത് ഇതുണ്ടാ കളക്ഷൻ ഉണ്ടാ ഈ പടം? ചെറിയ പടയല്ലടി സാധാരണ. അല്ലേ അറിയില്ല, വേറെ പറയാൻ ആരും അറിയില്ല. അയാളെ അറിയാം. സാമി സാമിനെ ഒരു മറ്റേ മാസം ഉണ്ടിരുന്നൊരു ഇതാക്കി വന്നല്ലേ സാമി. നല്ല ഏത് സിനിമ നല്ല മാസിലെങ്ങയല്ലേ ചന്ദ്ര BGM കിട്ടില്ല സാധനം. അത് എനിക്ക് ഇതിലേക്ക് വരുമ്പോ ഒരു അയാൾ തന്നെ ഡബ് ചെയ്ത് ഒരു ഇതായി എനിക്ക്. പക്ഷെ സീനില്ല, രസമുണ്ട്. ഓക്കെ ആണ് പടം. അപ്പൊ ഓക്കെ ആണെങ്കിൽ അടുത്ത ആഴ്ച കൂലി 2.5 കൊടുക്കാം. നമുക്ക് റേറ്റിംഗ് ഒന്നും കൊടുക്കില്ല വേണ്ടല്ലേ. അപ്പൊ അടുത്ത ആഴ്ച കൂലി അഭിപ്രായം എന്താണ്? ഇറങ്ങുന്നതിന് മുമ്പേ അതുകൊണ്ട് പോവന്ന അതുകൊണ്ട് പോകും. പക്ഷെ എനക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടല്ലേ. ലോകേഷ് അപ്പൊ ഓക്കെ അല്ലേ? ലോകേഷ് മറ്റേ വിജയന്റെ സിനിമ ലോകേഷ് ചെയ്തിട്ട് ബീസ്റ്റാ ലിയോ ആ ഒറ്റ പടത്തിലാ പോയത്. ബാക്കിയെല്ലാം അപ്പൊ ഓക്കെ ഗൈസ്, എല്ലാരും വന്ന് കാണാം. അർച്ചന സിനിമയിലെ കാണാൻ വന്നേ അല്ലേ? പ്രമോഷൻ അർച്ചന തിയേറ്റർ അക്ഷരത്തിനായിട്ട് വേണ്ടവര് കാണാൻ, കാണാത്തവര് കാണണ്ട. അപ്പൊ ഓക്കെ ഗൈസ്.